എവിടെ തിരിഞ്ഞു നോക്കിയാലും കുറ്റപ്പെടുത്തലാണ്, കലാപങ്ങളാണ്, വെറുപ്പാണ്. എന്തേ? അതിൻ്റെ കാരണം മനസ്സ് വളർന്നില്ല. മനസ്സു വളർന്നില്ല. ശരീരവും ബുദ്ധിയും വളരുന്നു, അതിനാനുപാതികമായി മനസ്സു വളർന്നില്ല. ആ മനസ്സു വളർത്താൻ ഒരു കഷായം പറഞ്ഞിട്ട്, ഞാൻ രാമായണവും ആയുർവേദവും എന്ന വിഷയത്തെ പറ്റി ഒരു സ്ഥലത്ത് പ്രഭാഷണം നടത്തിയിരുന്നു കേട്ടോ. ഇപ്പോൾ ആയുർവേദ ഡോക്ടർ ഉണ്ടായിരുന്നു ഇവിടെ. രാമായണവും ആയുർവേദവും എന്നൊരു വിഷയത്തെ പറ്റിയിട്ട്. ദശരഥൻ്റെ ശരീരം പണ്ട് തന്നെ എംബാം ചെയ്യുന്ന പരിപാടിയുണ്ട്. എണ്ണത്തോണിയിലിട്ടിട്ട് ഭരതം വരുന്നവരെ നശിച്ചു പോകാതെ സൂക്ഷിച്ചു വെച്ച എംബാം പ്രക്രിയ ഉണ്ടായിരുന്നല്ലോ. വിശല്യകരിണി, സന്താനകരിണി, മൃതസഞ്ജീവിനി എന്നീ ഔഷധക്കൂട്ടുകളെ തേടിയിട്ടാണല്ലോ ഹനുമാൻ പോയത്, അല്ലേ? അപ്പോൾ അതാണ്. ഞാനൊരു കഷായം പറഞ്ഞുതരാം. ഈ കഷായം നിങ്ങൾ കോട്ടക്കൽ നിന്നും കോയമ്പത്തൂർ രാജ്യ വൈദ്യ ഫാർമസിയിൽ നിന്നും വൈദ്യരത്നം വേറെ ഏതെങ്കിലും വൈദ്യശാല ഉണ്ട് ഇവിടെ? ഞാൻ കഴിഞ്ഞ ദിവസം 2-3 വൈദ്യശാല പറഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഒരു വൈദ്യശാലേൻ്റെ ആൾ നമ്മളെ പേര് പറയാതെ എന്താ നിങ്ങൾ മറ്റേ കൂട്ടർ പേര് പറഞ്ഞ് കുറ്റപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി കേട്ടോ. അതാ, ആ കഷായം അവിടെ നിന്നൊന്നും വാങ്ങാൻ കിട്ടൂല. ഈ കഷായം നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കണം. ആ കഷായം ഉണ്ടാക്കാൻ 6 മരുന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ 6 മരുന്ന് നിങ്ങൾക്ക് രാമായണത്തിൽ നിന്ന് പറിച്ചെടുക്കാം, നിങ്ങളെ വീട്ടിൽ നിന്നും നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഈ 6 മരുന്നിൻ്റെ ഇംഗ്ലീഷ് പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവും. കഷായത്തിൻ്റെ പേര് മൃദുല കഷായം. മൃദുല കഷായം. മൃദുലത്തിൻ്റെ ഇംഗ്ലീഷ് പഠിച്ചാൽ മനസ്സിലാവും. മൃദുലത്തിൻ്റെ ഇംഗ്ലീഷ് സോഫ്റ്റൻ എന്നാണ്. ചപ്പാത്തി ഇഡ്ഡലിയെല്ലാം സോഫ്റ്റ് ആക്കുന്നില്ലേ? സോഫ്റ്റൻ, SOFTEN എന്ന സ്പെല്ലിങ് പഠിക്കുക. എന്നിട്ട് അതിൻ്റെ ഓരോ അക്ഷരത്തിനും ഓരോ വാക്ക് ഞാൻ പറഞ്ഞുതരാം. എസ് എന്ന് പറഞ്ഞാൽ സ്മൈൽ എന്നാണ്, പുഞ്ചിരിക്കുക. ഇപ്പം അടുത്ത കാലത്ത് രാമൻ്റെ പുഞ്ചിരിക്കുന്ന ശാന്താകാരം ഭുജഗശയനാണ് മഹാവിഷ്ണു. പക്ഷെ ഇപ്പം അടുത്ത കാലത്ത് രാമൻ്റെയും ഹനുമാന്റെയും ക്രൂരമുഖങ്ങൾ പ്രചരിപ്പിക്കുന്നത് ശരിയല്ലെന്ന് അതിൻ്റെ ആളുകളോട് അഭ്യർത്ഥിക്കുകയാണ്. മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത് ശാന്തിയിലേക്ക് നീളാനാണ്. മഹാഭാരതം എത്ര യുദ്ധപർവങ്ങൾ ഉണ്ടെങ്കിലും ശാന്തിപർവത്തിലാണ് അവസാനിക്കുന്നത്. എല്ലാ യുദ്ധങ്ങളും കൊണ്ടൊന്നും നേടാൻ പറ്റിയിട്ടില്ല. സ്വന്തം അനുജൻ ലക്ഷ്മണനെ പോലും കൈവിട്ട് സരയുവിലേക്ക് ഇറങ്ങിപ്പോയവനാണ് രാമൻ, അല്ലേ? പാണ്ഡവന്മാരെല്ലാം ഉണ്ടായിട്ടും എല്ലാം ഉപേക്ഷിച്ച് മഹാപ്രസ്ഥാനത്തിന് പുറപ്പെട്ടവരാണ്. അതുകൊണ്ട് യുദ്ധമല്ല, ശാന്തിയാണ് പ്രധാനം ശാന്തിയാണ്. അതുകൊണ്ട് സ്മൈൽ, എസ് എന്ന് പറഞ്ഞാൽ സ്മൈൽ, പുഞ്ചിരിക്കൂ. പുഞ്ചിരിക്കുന്ന മുഖം നിങ്ങളെ വീട്ടിൽ ഉണ്ടാവാറുണ്ടോ?